ബാഹുബലി പോലെ ഒരു സിനിമയിലെ നായകന്റെ തൊട്ടടുത്തതായി ഇറങ്ങാൻ പോകുന്ന സിനിമയുടെ ഹൈപ്പ് എന്തായിരിക്കുമെന്ന് ഞാൻ പറയണ്ടല്ലോ. ഒപ്പം പടത്തിന്റെ ട്രെയിലറിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് സംഗതി ഒരു സ്റ്റൈലിഷ് അർബൻ ആക്ഷൻ എന്റർടൈനർ ആയിരിക്കും എന്നുള്ളതാണ്. ബാഹുബലിയിലെ പുരാതന സെറ്റപ്പിൽ അഴിഞ്ഞാടി ഇദ്ദേഹത്തെ ഒരു മോഡേൺ അവതാറിൽ തകർക്കുന്നത് കാണാനുള്ള ഒരു എക്സൈറ്റ്മെന്റും. ഇത്രയൊക്കെ പോരെ ആ പടത്തിന് കയറാൻ. അങ്ങനെ നേരെ വിട്ടു തിയേറ്ററിലേക്ക്. അന്ന് പടം കാണുന്നതിന് മുമ്പ് ഞാനൊരു ക്വിക്ക് റിവ്യൂ നോക്കിയത് മുൻപ് ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ഫേസ്ബുക്കിൽ ഒരു തെലുഗു മീം പേജായ തൈവ്യൂവിലായിരുന്നു. അതിൽ ആളുകളുടെ കമന്റ് മൊത്തം പോകുന്നത് ഇങ്ങനെയാണ്: ഫസ്റ്റ് ഹാഫ് ഒട്ടും കൊള്ളില്ല, പക്ഷെ സെക്കൻഡ് ഹാഫ് ഭയങ്കര സംഭവമാണെന്ന്. അങ്ങനെ ഇതും പ്രതീക്ഷിച്ച് ഞാൻ കയറി. പക്ഷെ സംഭവിച്ചതെന്താ? ഫസ്റ്റ് ഹാഫിന്റെ അവസാനം ആ ട്വിസ്റ്റും കാണിച്ച് ഇന്റർവെല്ലിൽ എഴുതി കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ചാർജായി. കൂടെ ഇരുന്നവരോട് ഞാൻ അപ്പം തന്നെ പറയുകയും ചെയ്തു, എടാ ഞാൻ ഈ പടത്തിന്റെ റിവ്യൂ നോക്കിയപ്പോൾ ഫസ്റ്റ് ഹാഫ് മോശമാണെന്നാണ് കേട്ടത്, പക്ഷെ ഇതിപ്പോ അടിപൊളിയാണല്ലോ. എന്നാ പിന്നെ സെക്കൻഡ് ഹാഫ് നോക്കണ്ട, കാരണം അത് ഇതിനേക്കാൾ അടിപൊളിയായിരിക്കും. അങ്ങനെ ഈ പ്രതീക്ഷയോടെ സെക്കൻഡ് ഹാഫ് കണ്ട എനിക്ക് കിട്ടിയത് മറ്റൊന്നായിരുന്നു. ഏതൊരു ടൈപ്പ് പടമാണെങ്കിലും അതിൽ ട്വിസ്റ്റും ടേൺസ് ഒക്കെ ഉണ്ടാവുന്നത് നല്ല കാര്യമാണ്. പക്ഷെ അതിനൊക്കെ ഒരു ലിമിറ്റ് വേണ്ടേ? അവര് കാര്യങ്ങൾ ട്വിസ്റ്റ് ചെയ്ത് അവസാനം നീയൊക്കെ ആരൊക്കെയാണെന്ന് മനസ്സിലാവാത്ത ലെവലിലായി കാര്യങ്ങൾ. ഈ ട്വിസ്റ്റുകളുടെ അതിപ്രസരം മൂലം നന്നായി വർക്കൗട്ട് ആവേണ്ടിയിരുന്ന ഒരു കിഡിലൻ ട്വിസ്റ്റ് ഇതിന്റെ ക്ലൈമാക്സിൽ ഉണ്ടായിരുന്നു. അതൊട്ട് എനിക്ക് വർക്കായുമില്ല, കാരണം അപ്പോഴേക്ക് നമ്മൾ കംപ്ലീറ്റ് എക്സോസ്റ്റഡ് ആയിരുന്നു. എന്ന് വെച്ചാൽ ഇനിയിപ്പോൾ ആരെങ്കിലും വന്ന് ഇതിലെ നായകനും വില്ലനും മച്ചാനുമാണെന്ന് പറഞ്ഞാലും ഞെട്ടാത്തൊരവസ്ഥ. എനിവേസ്, അങ്ങനെ ആകെ മൊത്തം പറഞ്ഞ ഒരു 10 on 10 ഫസ്റ്റ് ഹാഫ് ഉണ്ടായിരുന്ന ഒരു സിനിമ ഒരു 4 on 10 സെക്കൻഡ് ഹാഫോട് കൂടി കയ്യിൽ നിന്ന് പോയി.